ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സിം കമ്പനികളിൽ ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു മാറ്റമാണ്, എന്നാൽ നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന മാറ്റവുമാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ കോളിംഗ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡിനായിട്ട് ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ പോലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഉപയോഗിക്കുന്ന സിം കാർഡ്, നമ്മൾ ഏത് സിം കാർഡ് വെച്ചിട്ടാണോ ഇതിൽ നമ്പർ ലോഗിൻ ചെയ്തിരിക്കുന്നത്, വാട്സപ്പും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസൊക്കെ ലോഗിൻ ചെയ്തിരിക്കുന്നത്, അതേ ഫോണിൽ മാത്രമേ നമുക്കിനി വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ വാട്സപ്പ് ആ ഒരു ഫോണിൽ നിന്ന് എപ്പോൾ സിം റിമൂവ് ചെയ്യുന്നോ ആ സമയത്ത് ലോഗൗട്ട് ആവും. നമ്മൾ സിം ഇട്ടുകൊണ്ട് വീണ്ടും പുതിയ രീതിയിൽ തന്നെ ലോഗിൻ ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ. നമ്മൾ സിം കാർഡ് യൂസ് ചെയ്യാതെ നമുക്കിനി വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഈ ഒരു ഫോണിനകത്ത് തന്നെ എൻ്റെ സിം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പുകൾ എല്ലാം ഡിസ്കണക്റ്റ് ആവും. ഞാൻ വാട്സപ്പ് ബിസിനസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആ വാട്സപ്പ് ബിസിനസ്സും നോർമൽ വാട്സപ്പ് ഉണ്ടായ നോർമൽ വാട്സപ്പും എല്ലാം നമ്മൾ ഈ സിം റിജക്റ്റ് ചെയ്യുന്ന അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുമെന്നല്ല, നമുക്ക് ലോഗൗട്ട് ആവും. ലോഗൗട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നേന്ന് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാനേ പറ്റത്തുള്ളൂ. അതുപോലെ വെബ്സൈറ്റ് വഴി കണക്ട് ചെയ്യുന്നത്, നമുക്ക് നേരത്തെ ഇതുപോലെ മറ്റുള്ള ഒരു ഫോണിലോട്ട് നമുക്ക് ഇതുപോലെ ലിങ്ക് ഡ്രൈവൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്യാമായിരുന്നു. ഈവൻ നമുക്ക് മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ചുകളിലൊക്കെ നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്യാമായിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ അതൊന്നും നമുക്ക് നടക്കത്തില്ല. അത് നമ്മൾ അങ്ങനെ കണക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് മാക്സിമം ഒരു 6 മണിക്കൂർ മാക്സിമം നമ്മുടെ ആ ഒരു ഫോണിൽ അത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം വെബ്സൈറ്റിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവും. വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്ത് ഒന്നുകൂടെ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ 6 മണിക്കൂർ ഇടവിട്ട് ഇതുപോലെ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാം ഡിസ്കണക്റ്റ് ആയി പോകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഏതെങ്കിലും വൈഫൈ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ സിം കാർഡ് ഇല്ലാതെ നമ്മൾ വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് ഇനി മുതൽ നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിനി വാട്സപ്പ് ലോഗിൻ ചെയ്യാനേ പറ്റത്തില്ല. വാട്സപ്പല്ല, ഇതുപോലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും, കോളിംഗ് ആപ്ലിക്കേഷൻസ് ഒരുമാതിരിപ്പെട്ട എല്ലാം ഈ രീതിയിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ കോൾ ചെയ്യുന്ന ആപ്ലിക്കേഷനും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനും ഇത് രണ്ടും ബാധകമാണ്. നമ്മളിങ്ങനെ സിം കാർഡ് റിജക്റ്റ് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു അക്കൗണ്ടുകളെല്ലാം നമുക്ക് ലോഗൗട്ട് ആവും. പിന്നെ നമ്മൾ ലോഗിൻ ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റ് വഴി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് മറ്റൊരാൾ നമ്മുടെ ഫോണിൽ നിന്നും ഇതുപോലെ ഡ്രൈവുകൾ കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഡ്രൈവിലോട്ട് നമ്മുടെ വാട്സപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസോ ഒക്കെ നമ്മളറിയാതെ ചോർത്തി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം 6 മണിക്കൂർ മാത്രമേ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയം കൊണ്ട് ലോഗൗട്ട് ആയി പോകാൻ വേണ്ടിയിട്ട് പലരും ഇപ്പം വാട്സപ്പ് വെബൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളുടെ ഫോണൊക്കെ ട്രാക്ക് ചെയ്ത് ഹാക്ക് ചെയ്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഹാക്കിംഗ് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ബെറ്റർ ആണെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ വാട്സപ്പ് നമുക്ക് സിം ഉള്ള ആ ഒരു ഫോണിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും ഇന്ത്യക്ക് വെളിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ മിക്കവാറും വാട്സപ്പ് സിം മിക്കവാറും ഇതിനുള്ളിൽ കാണില്ല. നാട്ടിലെ വാട്സപ്പ് ആയിരിക്കും കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ വാട്സപ്പും ഉണ്ടാവും, നാട്ടിലത്തെ വാട്സപ്പും ഉണ്ടാവും. എനിക്ക് തന്നെ ഞാൻ ബിസിനസ് വാട്സപ്പ് ഇവിടുത്തെ നമ്പറിലും അതുപോലെ തന്നെ നാട്ടിലെ നമ്പറിലാണ് നമ്മൾ സാധാരണ നമ്മുടെ നോർമൽ വാട്സപ്പ് യൂസ് ചെയ്യുന്നത്. കാരണം ആ നമ്പർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നമ്മുടെ കോൺടാക്റ്റുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും പിന്നെ നമുക്ക് പണ്ട് മുതലേ ഉള്ള നമ്പർ ആയതുകൊണ്ടും. എന്നാൽ ഇനി അതിനൊക്കെ ഒരു വ്യത്യാസം വരും. കാരണം ഞാൻ ഏതെങ്കിലും രീതിയിൽ എനിക്ക് എൻ്റെ സിം റീചാർജ് ചെയ്യാനോ അങ്ങനെ പറ്റാതെ കട്ടായി പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമുക്കിത് സിം ഊരേണ്ട അവസ്ഥയോ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കട്ടായി പോകുന്നതാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ, സീ യു.